പ്രിയ ദൈവവേദലെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ് ലാസറിൻ്റെ വീട്ടിൽ നടന്ന അത്ഭുതം. അവിടെ കർത്താവ് ആ ലാസറിൻ്റെ സഹോദരിമാരോട് വ്യക്തമായി വിളിച്ചു പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവിടെ കർത്താവിന് വ്യക്തമായിട്ട് പറഞ്ഞു തരാനുള്ള കാര്യം ജീവിതത്തിനകത്തിലെ വിശ്വാസമാണ്. അവരുടെ ജീവിതത്തിൻ്റെ മേൽ ലാസറിൻ്റെ ഒരു വിടുതലിനെ കുറിച്ച് വിശ്വസിക്കുവാൻ കഴിയാത്ത നിലകളിലുള്ള കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സഹോദരിമാർ യേശു കർത്താവിനോട് വിളിച്ചു പറയുന്നത്, നാഥ, നാറ്റം വെച്ച് തുടങ്ങി എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ത്വക്ക് അഴുകാൻ തുടങ്ങി. അതിനകത്തിൽ നിന്ന് ലാസർ മടങ്ങി വരുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും പറയുന്നു, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ കരത്തിലുണ്ടായിരുന്ന സകല വിശ്വാസവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ സാഹചര്യത്തിൽ കർത്തൻ വിളിച്ചു പറയുന്നു, അങ്ങനെയല്ല, വിശ്വസിക്കുക. വിശ്വസിച്ച നീ ദൈവമഹത്വം കാണുവാനിടയാകും. അതുപോലെ തന്നെ പ്രഭാതത്തിൽ ഒരു സാധ്യതയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോഴും കർത്താവിൻ്റെ ഈ വചനം വ്യക്തമാക്കുന്നു, വിശ്വസിക്കുവാൻ തയ്യാറായാൽ എന്ന് വെച്ചാൽ വചനത്തിനകത്തിൽ പല ഏടുകൾ നമ്മൾ തിരഞ്ഞു നോക്കുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നു, കർത്താവ് പലരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചതിന് ശേഷം അസാധാരണമായ അത്ഭുതം പ്രവർത്തിച്ചത്. 38 വർഷമായി കുളത്തിൻ്റെ കടവിൽ കിടക്കുന്നവനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതായത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അവനിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 10 കുഷ്ഠരോഗികൾ കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ മടങ്ങിപ്പോക്കോ, വിടുതൽ നിങ്ങളിൽ അത് സംഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവവേദലേ, ഇന്ന് ഏത് വിഷയത്തിനകത്തിലാണോ ഭാരപ്പെടുന്നത്, ആ ഭാരപ്പെടുന്ന വിഷയത്തെ കർത്താവിൻ്റെ കരുത്തിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചിട്ട് പറ, നാഥ, യഥാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു, ഇനി എനിക്ക് വേണ്ടി അങ്ങയുടെ മഹത്വം, ആളോട് പോലും ചില കാര്യാദികൾ തുറന്നു പോലും പറയുവാൻ കഴിയാത്ത നിലയിലുള്ള ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവെ, അങ്ങയുടെ നീതിയുള്ള കരം അധികാരത്തോടെ ചലിക്കപ്പെടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നീതിയായി ഈ പ്രഭാതത്തിൽ കണക്കിടുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ഈ ദിവസം സംഭവിക്കട്ടെ. അതിൻ്റെ സാക്ഷ്യം ഈ ദിവസങ്ങളിൽ ഉളവായി വരികയും ചെയ്യട്ടെ. അതുകൊണ്ട് യേശു കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് മുമ്പോട്ട് ചുവടുവെക്കുക. കർത്താവ് കാര്യം സാധിപ്പിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.